രാത്രി ഏകദേശം 12 മണിയോടടുത്ത സമയം. ഗ്രാമത്തിൻ്റെ അറ്റത്തുള്ള ഒരു പഴയ ബസ് സ്റ്റോപ്പ്. മങ്ങിയ മഞ്ഞ ലൈറ്റ് മാത്രം. ചുറ്റും മുഴുവൻ ഇരുട്ട്. മഴ പതുക്കെ പെയ്യുന്നു. അവിടെ ഒറ്റയ്ക്ക് നിൽക്കുകയായിരുന്നു രാഹുൽ. അവൻ ഫോൺ എടുത്ത് സമയം നോക്കി. പക്ഷെ നെറ്റ്വർക്ക് ഇല്ല. റോഡിലൂടെ ആരും പോകുന്നില്ല. ചുറ്റും ഭയപ്പെടുത്തുന്ന ഒരു നിശബ്ദത. അപ്പോൾ ബസ് സ്റ്റോപ്പിൻ്റെ പിന്നിൽ നിന്ന് ഒരാളുടെ മന്ദമായ ചിരി കേട്ടു. രാഹുൽ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. ആരുമില്ല. കാറ്റിൻ്റെ ശബ്ദമായിരിക്കും, അവൻ സ്വയം പറഞ്ഞു. കുറച്ച് സെക്കൻഡുകൾ കഴിഞ്ഞപ്പോൾ വീണ്ടും അതേ ചിരി കേട്ടു. ഇപ്പോൾ അത് വളരെ അടുത്ത് നിന്നായിരുന്നു. അവൻ പതുക്കെ ചോദിച്ചു, ആരാ അവിടെ? മറുപടിയില്ല. പക്ഷേ ബസ് സ്റ്റോപ്പിലെ ബെഞ്ചിൽ ഇപ്പോൾ ഒരാളിരിക്കുന്നു. ഒരു പെൺകുട്ടി. അവളുടെ മുടി മുഖം മുഴുവൻ മറച്ചിരിക്കുന്നു. രാഹുൽ ഉറപ്പായി, കുറച്ച് നിമിഷം മുൻപ് അവിടെ ആരും ഉണ്ടായിരുന്നില്ല. നീ എപ്പോഴാണ് വന്നത്? അവൻ ചോദിച്ചു. പെൺകുട്ടി ഒന്നും പറഞ്ഞില്ല. കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞ് അവൾ പതുക്കെ ചോദിച്ചു, നീ എന്നെ കാണുന്നുണ്ടോ? രാഹുലിൻ്റെ ശരീരത്തിലൂടെ ഒരു തണുത്ത തരംഗമൂടി. ഉണ്ട്, അവൻ പതുക്കെ പറഞ്ഞു. അപ്പോൾ പെൺകുട്ടി മന്ദമായി ചിരിച്ചു. അവൾ പതുക്കെ തല ഉയർത്തി. അവളുടെ കണ്ണുകൾ പൂർണ്ണമായും കറുപ്പ്. രാഹുൽ പേടിച്ചു പിന്നോട്ട് നടന്നു. അപ്പോൾ അവൾ വീണ്ടും ചോദിച്ചു, അപ്പോൾ നീയും ഇവിടെ മരിച്ചിരിക്കണം? രാഹുൽ ഞെട്ടി. എന്ത്? പെൺകുട്ടി പതുക്കെ ബസ് സ്റ്റോപ്പിന്റെ ചുമരിലേക്ക് വിരൽ ചൂണ്ടി. അവിടെ ഒരു പഴയ പോസ്റ്റർ മഴയിൽ പകുതി കീറിയിരിക്കുന്നു. രാഹുൽ അടുത്തേക്ക് ചെന്ന് നോക്കി. അതൊരു മിസ്സിംഗ് പോസ്റ്റർ ആയിരുന്നു. അതിലൊരു ഫോട്ടോ. രാഹുലിന്റെ ഹൃദയം നിർത്തിയതുപോലെ തോന്നി. കാരണം ആ ഫോട്ടോയിൽ കാണുന്ന ആളാണ് രാഹുൽ തന്നെ. താഴെ എഴുതിയിരുന്നത്, കാണാതായത് ഇന്നു മുതൽ 3 വർഷം മുമ്പ്. അപ്പോൾ പിന്നിൽ നിന്ന് ആ പെൺകുട്ടിയുടെ ശബ്ദം വീണ്ടും കേട്ടു. നിനക്ക് ഓർമ്മയില്ലേ? നീ ഇവിടെ തന്നെ അന്നേ രാത്രി മരിച്ചു. മഴ ഇപ്പോഴും പെയ്യുന്നു. ബസ് സ്റ്റോപ്പിലെ ബെഞ്ചിൽ ഇപ്പോൾ 2 നിഴലുകൾ ഇരിക്കുന്നു.